Hello everyone, welcome back to another Ramadan vlog. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ ഒരു റെസിപ്പി വീഡിയോയും പിന്നെ അതുകൂടാണ്ട് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് എന്തായാലും കാണാം. അങ്ങനെ മോർണിംഗ് അത്താഴത്തിന് ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയിട്ട് കഴിച്ച്. വേറെ ഒന്നുമല്ല, എനിക്ക് ഇങ്ങനെ ഇന്ന ഫുഡ് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും. അപ്പോൾ എനിക്ക് അന്ന് ഫുഡ് ഉണ്ടാക്കാൻ മടിയായി, അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അതിനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് കിടന്നു. പിന്നെ അവർക്കാണെങ്കിലും അങ്ങനെ ഉമ്മ രാത്രി ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായി, അതിന് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ എനിക്ക് എന്തായാലും ചായ വേണം. അങ്ങനെ നിസ്കരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടന്ന് പിന്നെ എൻ്റെ ശേഷം ഞാൻ മാവ് അരച്ച് വെച്ചത് ഫ്രിഡ്ജിൽ വെക്കാണ്ടായിന്, അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് പിന്നെ എൻ്റെ മെയിൻ പരിപാടിയാണ് കസ്റ്റർഡിനുള്ള മിക്സ് റെഡിയാക്കിയിട്ട് വെക്കൽ. അപ്പം അതൊന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കും. പിന്നെ നെക്സ്റ്റ് പരിപാടി കറി ഉണ്ടാക്കലാണ്. അപ്പം മട്ടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ ആർഭാടമൊന്നും ഇല്ലാത്തൊരു കറിയാണ്. നോർമലി ഉണ്ടാക്കും പോലെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് മട്ടൻ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ലാസ്റ്റ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഈവനിങ്ങിലേക്കുള്ള ഇഫ്താറിന് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ട്രൈ ആക്കിയത്. കുറേ മസാലയും ഫില്ലിങ്ങൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ്. അപ്പോൾ അതിന് ഫസ്റ്റ് സോസേജിലേക്ക് കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പം ക്യാരറ്റും ക്യാപ്സിക്കവും ഒനിയനും ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്, വലിയ വലിയ പീസാക്കല്ലേ, നമ്മൾ ഫില്ല് ചെയ്യുന്നതല്ല. അപ്പം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നല്ലോണം കുക്കാണോന്നൊന്നുമില്ല, എന്തായാലും കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇടുന്നില്ല, ഓൾറെഡി സോസേജിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് ഇടണ്ട. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടി എത്ര ബ്രെഡ് എടുത്തിട്ടൊന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം, പിന്നെ മൈദൻ്റെ മിക്സും കൂടി വേണം. അത് നമ്മൾ ഈ ബ്രെഡ് ഫില്ല് ചെയ്തതിന് ശേഷം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല ആവി കയറ്റിയിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കുറേ നേരമൊന്നും ആവി കയറ്റേണ്ട കേട്ടോ, ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സോഫ്റ്റ് ആകുന്നൊരു സംഭവമല്ല ബ്രെഡ്. അങ്ങനെ അത് ആവി കയറ്റിയതിന് ശേഷം അതിനെടുത്തിട്ട് ഒന്ന് എല്ലാ സൈഡും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതായത് നല്ലപോലെ ഷീറ്റ് പോലെ ആക്കിയിട്ട് എടുക്കുക അതിനെ. എന്നിട്ട് നമ്മുടെ ഈ ഫില്ലിങ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുത്തി നുറുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും നമ്മൾ ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുമ്പം അത് അതിലെല്ലാം പുറത്തേക്ക് വരും. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മളെ ഷീറ്റ് ഉണ്ടല്ലോ, ചീസിൻ്റെ ഷീറ്റ്, അതിൻ്റെ ഒരു സ്ലൈസിൻ്റെ പകുതി പോർഷൻ, ട്രയാങ്കിൾ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഈ മസാല വെച്ചതിൻ്റെ അതേ ഭാഗത്താക്കിയിട്ട് വെക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ബ്രെഡിൻ്റെ മറ്റേ സൈഡ്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പം ഞാനിപ്പോൾ മൈദൻ്റെ ലിക്വിഡായിട്ടാണ് ഇട്ടത്, അപ്പോൾ അത് ഒട്ടുന്നുണ്ടായിട്ടാണ്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് തിക്കായിട്ട് മൈദൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മൈദയുടെ ബാറ്ററിലേക്കൊന്ന് മുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ജ്യൂസൊന്നും ആരും കുടിക്കുന്നില്ല, ഉമ്മാക്ക് എന്തായാലും വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ആയതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഞങ്ങൾ ബത്തക്കയും പിന്നെ റോബ്സിയും പാലും ഇട്ടിട്ട് അടിച്ചിട്ട് കസ്കസ് ഇട്ട് വെച്ച ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കിയിട്ട് വെച്ച സ്നാക്സ് ഐറ്റം ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ. ഓക്കെ, അപ്പം എണ്ണ നല്ല ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ എണ്ണ ഒരു മീഡിയമിൽ വെച്ചിട്ട് വേണം, തീ മീഡിയമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ബ്രെഡും പിന്നെ ബ്രെഡ് ക്രംസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പം കരിഞ്ഞു പോകും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. കുറേ ടൈമൊന്നും എടുക്കുന്നില്ല, കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തെങ്കിൽ നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ ബാങ്കെല്ലാം കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ആക്കാൻ പോകാണ്ടായിന്. മെയിനായിട്ട് അൽമീറ പോകാണ്ടായിന്. അവിടെ ഓഫറിൽ എനിക്കൊരു സാധനം വാങ്ങാണ്ടായിന്.
അങ്ങനെ അൽമിറ പോയപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് സ്റ്റോറേജ് ഐറ്റംസ് വാങ്ങാനുണ്ടായിന്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ റോണക്കിലേക്ക് പോയി. അപ്പോൾ റോണക്കിലേക്ക് പോകാൻ അറിയുന്നുണ്ടായിട്ടാണ് ഭയങ്കര ഓഫർ നടക്കുന്നുണ്ടായിന്. ലൈക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അതും പോരായിട്ട് 50% എന്തോ ഡിസ്കൗണ്ട് ഉണ്ടായിന്. അതറിഞ്ഞതിന് ഞാൻ കുറേ സാധനം വാങ്ങട്ടേന്. പുറത്തിറങ്ങിയതിന് ശേഷമാണ് എനിക്ക് 50% ഡിസ്കൗണ്ട് ഉള്ളതൊക്കെ അത് അറിഞ്ഞത് തന്നെ. അങ്ങനെ റോണക്കിലെല്ലാം പോയിട്ട് കുറച്ചൊന്നുമില്ല, ആ ഒരു 2-3 സാധനം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.